പ്രൈസ് ദി ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 മാർച്ച് മാസം 3-ാം തീയതി തിങ്കളാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രത്യേക ഈ 3-ാം മാസത്തിന്റെ ആദ്യത്തെ പ്രവർത്തന ആഴ്ചവട്ടത്തിലേക്ക് തമ്പുരാൻ നമ്മെ എത്തിച്ചിരിക്കുന്നു. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഉപജീവന മാർഗം, മറ്റ് ശുശ്രൂഷകൾ എല്ലാം തന്നെ വിശ്വസ്തയോടും കൃത്യനിഷ്ഠയോടും കൂടെ ചെയ്യുവാൻ സർവശക്തനായ ദൈവം ഏവരെയും തുണയ്ക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി കാതോർക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 23-ാം വാക്യം. സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 10 വേഴ്സ് 23 നാം ഇപ്രകാരം വായിക്കുന്നു: പിന്നെ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ്, നിങ്ങൾ കാണുന്നതിനെ കാണുന്ന കണ്ണ് ഭാഗ്യമുള്ളത്. യേശു തന്നെക്കുറിച്ച് തന്നെ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കുകളാണ് നാം ഇപ്പോൾ വാഗ്ദത്ത വചനമായി വായിച്ചു കേട്ടത്. താൻ തന്നോടുകൂടെ ഇരിപ്പാനും ശുശ്രൂഷയ്ക്ക് അയക്കുവാനുമായി സന്തത സഹചാരികളായ 12 പേരെ കൂടാതെ 70 പേരെ നിയമിച്ച് ഈരണ്ടീരണ്ടായി അയച്ച് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ, ശുശ്രൂഷയ്ക്ക് വേണ്ട ദൈവകൃപകൾ, ഉയരത്തിലെ ശക്തി ഇവയെല്ലാം പകർന്ന് അവരെ അയക്കുകയും അവർ മടങ്ങി വന്ന് അതിന്റെ റിപ്പോർട്ട് കർത്താവിനോട് പറയുകയും ചെയ്യുന്നു. എന്നാൽ അതിന് കർത്താവ് പറയുന്നുണ്ട്, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിനാൽ സന്തോഷിക്കണം. ശുശ്രൂഷയും കൂട്ടായ്മയും ഒക്കെ അനുഗ്രഹമാണ്. പക്ഷെ അവരവർ എത്തേണ്ട ഇടത്ത് എത്തിച്ചേരും എന്നുള്ളത് ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഇന്നത്തെ ഈ കാലയളവിൽ നമ്മളോടുള്ള ഒരു ദൂതും കൂടെയാണ്. നമ്മളൊക്കെ നമ്മുടേതായ ആത്മീയ പശ്ചാത്തലങ്ങളിൽ ഊറ്റം കൊള്ളുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പരമപ്രധാനമായ ലക്ഷ്യം നിത്യതയിൽ എത്തുക എന്നുള്ളതാണ്. അതിനു വേണ്ടത് അവരവർ കരുതണം എന്നുള്ള ഒരു വലിയ ആഹ്വാനം ഇതിൽ കൂടെ നൽകുകയാണ്. അതേ തുടർന്ന് യേശു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആനന്ദിച്ച് അനേക കാര്യങ്ങൾ പറയുന്നു. എന്നിട്ട് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ കാണുന്ന കണ്ണ് ഭാഗ്യമുള്ളതാ. കാരണം അടുത്ത വാക്യത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഏറിയ പ്രവാചകന്മാർ ഇതൊന്ന് കാണുവാൻ അവര് പ്രവചിച്ചിട്ട് കാത്തിരുന്നു, പക്ഷേ ഭാഗ്യമുണ്ടായില്ല. അനേക രാജാക്കന്മാർ ഈ ശബ്ദം കേൾക്കുവാൻ ആഗ്രഹിച്ചു, പക്ഷേ കേട്ടില്ല. പക്ഷേ അതിനുള്ള ഭാഗ്യം നിങ്ങൾക്കാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം ഇനി ഞാൻ വിശദമാക്കേണ്ട കാര്യമില്ല. താൻ വിളിച്ച, തന്റെ ശുശ്രൂഷ ഏറ്റെടുക്കുവാനായി നിയോഗിച്ച ശിഷ്യന്മാരോട് പറയുകയാണ്, ആർക്കും കിട്ടാത്ത മഹാഭാഗ്യമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ദൈവപുത്രനായ യേശു ഈ ഭൂമിയിൽ അവതാരം ചെയ്ത് നിങ്ങളോടൊപ്പം ശുശ്രൂഷയിലായിരിക്കുന്നു. അത് ആത്മനിറവിൽ അറിഞ്ഞ, ദർശിച്ച ദീർഘദർശികളായ പ്രവാചകന്മാർക്കോ കാത്തിരുന്ന രാജാക്കന്മാർക്കോ ആ ഭാഗ്യം സിദ്ധിച്ചില്ല. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിങ്ങൾക്കാണ് ആ ഭാഗ്യം ഉണ്ടായിരിക്കുന്നത്.
എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവതികളാണ്. കാരണം ലോകരക്ഷകനായ യേശുവിനെ രുചിച്ചറിയുവാൻ നമുക്ക് ലഭിക്കപ്പെട്ട ഭാഗ്യം പോലെ മറ്റൊരു ഭാഗ്യം എന്താണ് ഉള്ളത്? അത് നാം വളരെ വ്യക്തമായി തിരിച്ചറിയണം. ലോകത്തിൽ നമുക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും ഇതാണ് ഏറ്റവും വലിയ മഹൽ ഭാഗ്യം എന്ന് പറയുന്നത്. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ടിരിക്കുന്ന ദൈവവചനം നമ്മുടെ ഭാഷയിൽ നമുക്ക് കിട്ടുകയും അതിൽ കൂടെ യേശു ലോകരക്ഷകനാണെന്നും മാനവലോകത്തിന്റെ വീണ്ടെടുപ്പുകാരനാണെന്നും എന്റെ പാപപരിഹാരകനും എന്റെ നാഥനും കർത്താവുമാണെന്ന് തിരിച്ചറിയുവാൻ ഇടയായി. ആ യേശുവിനെ നാം നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടിട്ടില്ല എങ്കിലും വിശ്വാസ കണ്ണാൽ വിശ്വസിച്ച് യേശുവിൽ അഭയം പ്രാപിച്ച് കർത്താവിന്റെ മടങ്ങിവരവിനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു. ഈ ഒരു ഭാഗ്യം നമുക്കും പ്രാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, ഈ ലോകപ്രകാരം നാം എന്തൊക്കെ നേടിയാലും എന്തൊക്കെ ഉണ്ടെങ്കിലും അതിനൊക്കെ ഉപരിയായി പ്രാധാന്യമുള്ളത് യേശുവിനെ കാണുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ചോദിക്കുകയാ, പ്രിയമുള്ളവരെ, യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, അതെ, നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ കണ്ണ് ഭാഗ്യമുള്ളതാണ്. അങ്ങനെയെങ്കിൽ എന്നെയും നിങ്ങളെയും നോക്കി കർത്താവ് ഇതേ വചനം പറയുമോ? അതെ, ഇന്ന വീട്ടിൽ ഇന്നാരുടെ മകനായ മകളായ എന്റെ പൈതലേ, നീ ഭാഗ്യവാനാണ്, ഭാഗ്യവതിയാണ്. കാരണം നീ വിശ്വാസ കണ്ണാൽ എന്നെ കണ്ടിരിക്കുന്നു, അറിഞ്ഞിരിക്കുന്നു, രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്നു. ഈ ഒരു അനുഭവം നമുക്കുണ്ടാവട്ടെ, നമ്മുടെ തലമുറയ്ക്കുണ്ടാവട്ടെ. അതെ, നമ്മുടെ അടുത്ത തലമുറയെ ആ നിലയിൽ യേശുവിനോട് ചേർന്ന് ജീവിക്കുവാൻ, അവരെ വളർത്തുവാൻ മാതാപിതാക്കളായ നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. എത്ര വലിയ വിദ്യാഭ്യാസം നൽകിയാലും അഡ്വാൻസ് ടെക്നോളജി നൽകിയാലും ദൈവവചനം യേശുവിനെ നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരിക്കണം. അല്ലാതെ ഈ ലോകത്തിന്റെ ഏത് കോണിൽ പോയി ഉന്നത വിദ്യാഭ്യാസം ചെയ്താലും എത്ര വലിയ സ്ഥാപനത്തിൽ ജോലി ചെയ്താലും പ്രിയമുള്ളവരെ, യേശുവില്ല എങ്കിൽ ഒന്നുമില്ല. യേശുവിനെ കണ്ടെത്തുന്നതാണ്, യേശുവിനെ അറിയുന്നതാണ്, യേശുവിനെ രുചിച്ചറിയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ഞാനും നിങ്ങളും ഉച്ചസ്ഥരം ഘോഷിക്കുവാൻ ഇടയാകണം. പ്രിയ ദൈവമക്കളെ, അതെ, ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മുടെ ആത്മകണ്ണുകൾ തുറപ്പിക്കുകയാണ്. ആ നിലയിൽ യേശുവിനെ കാണുവാൻ ഇടയാവട്ടെ. കർത്താവിനെ കാണേണ്ടതുപോലെ കണ്ടാൽ നമ്മുടെ ഭാരം മാറും, സങ്കടം മാറും, നിരാശ മാറും, വിഷമം മാറും, പിറുപിറുപ്പ് മാറും, അവിശ്വാസം മാറും, പിന്മാറ്റം മാറും. എന്നിട്ട് സന്തോഷത്തോടെ കർത്താവിനെ അനുഗമിക്കുവാൻ ഇടയായിത്തീരും. അങ്ങനെ കർത്താവിനെ കാണേണ്ടതുപോലെ കാണാത്തത് കൊണ്ടാണ് പലതിന്റെയും പേരിൽ ഞാൻ നിങ്ങളും വഴക്കുണ്ടാക്കുന്നത്, പിന്മാറുന്നത്, പിന്തിരിയുന്നത്. അത് നമ്മളെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് തന്നെ എടുത്തു മാറ്റിക്കളയും. നമ്മുടെ ആത്മീയ ജീവിതം തകരാറിലാകും. അല്ല, നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത് ഓരോ ദിനവും വളരുവാനാണ്, ക്രിസ്തുവിൽ വളരുവാൻ. അങ്ങനെ ക്രിസ്തുവിൽ വളരുന്നവർ ക്രിസ്തുവിന്റെ ഭാവമുള്ളവരാകണം. സ്നേഹിക്കുവാൻ, ക്ഷമിക്കുവാൻ, കരുതുവാൻ, വിട്ടുകൊടുക്കുവാൻ, ചേർത്ത് പിടിക്കുവാൻ, കൂടെ നിർത്തുവാൻ, പങ്കുവെക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ എന്ത് ക്രിസ്ത്യാനിറ്റിയാ പ്രിയമുള്ളവരെ നമ്മിൽ ഉള്ളത്? എന്ത് ആത്മീയമാ നമ്മിൽ ഉള്ളത്? അതുകൊണ്ട് കർത്താവിനെ കാണുവാൻ നമുക്ക് ഭാഗ്യമുണ്ടാവട്ടെ.
കണ്ടവർ ആ ഭാഗ്യം ഒരു വിധത്തിലും ഏത് സമ്മർദ്ദം വന്നാലും നഷ്ടപ്പെടുത്തുവാൻ, വിട്ടുകളയുവാൻ ഇടയാകാതെ വണ്ണം മുറുക്ക പിടിക്കുക. കർത്താവിന്റെ കരുത്തിൽ നാം ചേർന്നിരിക്കുക. അങ്ങനെ ധന്യമായ ഒരു ജീവിതത്തിന്റെ ഉടമകളാകട്ടെ. നമ്മുടെ ഭാരം മാറി, വിഷമം മാറി, സങ്കടം മാറി കർത്താവിനെ സേവിക്കുവാനും കർത്താവിനെ ആരാധിപ്പാനും അനേകർ അത് കണ്ട് അയ്യോ ഈ വ്യക്തിക്ക് എന്തെന്ത് പ്രശ്നമുള്ള ആളാണ്, കുടുംബത്തിൽ, കുഞ്ഞുങ്ങളിൽ, സാമ്പത്തികമായി, ജോലിയിൽ, ആരോഗ്യപരമായി ഒക്കെ പ്രതിസന്ധി അനുഭവിക്കുന്നതാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ സന്തോഷം, അദ്ദേഹത്തിന്റെ ഭവനത്തിലെ ആ ഒരു ആനന്ദം, അദ്ദേഹം മുടങ്ങാതെ ദൈവത്തെ ആരാധിക്കുന്നു, കുടുംബ പ്രാർത്ഥന നടക്കുന്നു, അവർ ദൈവസന്നിധിയിലായിരിക്കുന്നു, ഇതിനൊക്കെ കർത്താവരെ ഒരുക്കുന്നു. ഇത് കഴിയണമെങ്കിൽ എങ്ങനെയായിരിക്കണം പ്രിയമുള്ളവരെ? അത് കഴിയണമെങ്കിൽ മറ്റൊന്നുമല്ല, കർത്താവിനെ കാണേണ്ടത് പോലെ കാണണം. അങ്ങനെ ഞാനും നിങ്ങളും കർത്താവിനെ കണ്ട് കർത്താവിനെ രുചിച്ചറിഞ്ഞ് ആ സ്വർഗീയ ഭാഗ്യ പദവിയിലെത്തി നാം ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനെ സേവിപ്പാൻ ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ആ ആഹ്വാനം ഹൃദയംഗമായി ഏറ്റെടുത്ത് പ്രാർത്ഥനയോടെ മുന്നേറാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ഒരുക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യേശു തന്റെ അരുമ ശിഷ്യന്മാരോട് അവർ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഏറ്റവും ഭാഗ്യമുള്ളവ കണ്ടു എന്ന് സാക്ഷ്യപ്പെടുത്തി അവരുടെ ആ ഭാഗ്യ പദവിയെ എത്രത്തോളം ഉന്നതമാക്കി അവരോട് പറയുമ്പോൾ അവരാ സത്യം തിരിച്ചറിഞ്ഞ് കർത്താവിന്റെ അനുയായികളായി തീർന്ന് ശുശ്രൂഷയിൽ മുന്നേറിയതുപോലെ ഞങ്ങൾ കർത്താവിനെ കാണേണ്ട പോലെ കാണുവാൻ, അറിയേണ്ട പോലെ അറിയുവാൻ, അനുഭവിക്കേണ്ട പോലെ അനുഭവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. പലപ്പോഴും ഞങ്ങൾ അറിയേണ്ടതുപോലെ അറിയാതെ പിറുപിറുക്കുകയും പിന്മാറുകയും അവിശ്വാസത്തിലോട്ട് പോവുകയും ചെയ്യുന്ന കുറവ് ക്ഷമിക്കണമേ. ഇന്നത്തെ ദിനം കർത്താവിനെ കാണുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യപദവി എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് കർത്താവിനോടുള്ള അഭേദ്യമായ ബന്ധത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഈ ദൈവവചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. നന്മകളാലും സ്വർഗീയ കൃപകളാലും നിറച്ച് അവിടുത്തെ വലങ്കരം പിടിച്ച് ഏവരെയും നടത്തണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ വാഗ്ദത്ത വചനം ഏറ്റവും വലിയ ഭാഗ്യം എന്താണ് എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. കർത്താവിനെ കാണുക, കർത്താവിനെ അറിയുക, കർത്താവിനോട് ചേർന്ന് ജീവിക്കുക. അങ്ങനെ ഒരു സന്തുഷ്ട ജീവിതം നയിപ്പാൻ സമാധാനവും നന്മയും ആത്മീയതയുമുള്ള ദൈവകൃപ നിറയപ്പെട്ട ഒരു ജീവിതത്തിന്റെ ഉടമകളാകുവാൻ ജീവജലത്തിൽ കൂടെ ലഭിക്കുന്ന ഇന്നത്തെ ആഹ്വാനം നമുക്ക് ഏറ്റെടുക്കാം. അങ്ങനെ കർത്താവിന് വേണ്ടി നിലകൊള്ളുന്ന സാക്ഷ്യമുള്ള കുടുംബമായി, വ്യക്തികളായി, ദൈവമക്കളായി ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും ഒരുക്കട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ്സസ് ഓൾ.